ആയിരുന്നു. പക്ഷെ അതിലെ വിന്നറിനെ പറ്റിയിട്ട് കമന്റ് ബോക്സിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഈറ്റിംഗ് ചാലഞ്ച് കൂടെ വെക്കാതെ. അപ്പൊ നമ്മൾ ഇന്നും വെറൈറ്റി ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഒരാൾക്ക് മന്തിയാണ് കിട്ടുക, വേറൊരാൾക്ക് നൂഡിൽസ് ആണ് കിട്ടുക, വേറൊരാൾക്ക് ഫ്രൈഡ് റൈസ് ആയിരിക്കും കിട്ടുക. ആർക്കാണ് മന്തി കഴിക്കാൻ കിട്ടുക, ആർക്കാണ് ഫ്രൈഡ് റൈസ് കഴിക്കുക, ആർക്കാണ് നൂഡിൽസ് കഴിക്കാന്നൊക്കെ ഈ ലോട്ട് ഇട്ടിട്ടായിരിക്കും നമ്മൾ തീരുമാനിക്കുക. 10 മിനിറ്റിനുള്ളിൽ ആരാണോ കിട്ടുന്ന ഫുഡ് ഏറ്റവും കൂടുതൽ കഴിച്ചു തീർക്കുന്നത് അവരായിരിക്കും ഈ ചാലഞ്ചിൽ ജയിക്കുക. പിന്നെ ഇതിൽ തോൽക്കുന്നവർക്ക് നല്ല അടിപൊളി ഒരു പണിഷ്മെന്റ് ഉണ്ട് ഗൈസ്. അതാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ ജോളോ ചിപ്പ് ലൈറ്റ് ആണ്. നല്ല ഒരുപാട് ഗൈസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. കഴിഞ്ഞ തവണ ഇത് കഴിച്ച ഞാനാണ്. ആ അനുഭവത്തിന് വിളിച്ചതിൽ പറയാം ഇത്തവണ ഞാൻ എന്തായാലും കഴിക്കാതിരിക്കാൻ മാക്സിമം ട്രൈ. അതിൽ ഒരുപാട് മുളക് പൊടി ഉണ്ട്, ചില്ലി ഫ്ലേക്സ് ഉണ്ട്, ഗ്രീൻ ചില്ലി സോസ് ഉണ്ട്, ഷെസ്വാൻ സോസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കിയത് കണ്ടിട്ട് വാ. അപ്പൊ ഗൈസ് നമുക്ക് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നമുക്ക് ഈ മാഡ് ആംഗിൾസ് ജോളോ ചിപ്പ് ലൈറ്റ് ആക്കി മാറ്റണം. അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ നല്ല എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് ഇപ്പൊ തന്നെ ഫ്രഷ് ആയിട്ട് അടിച്ചു വെച്ചതുണ്ട്. പിന്നെ ഷെസ്വാൻ സോസ് ഉണ്ട്, ഗ്രീൻ ചില്ലി സോസ് ഉണ്ട്. ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ജോളോ ചിപ്പ് ലൈറ്റ് ആക്കി എടുക്കാൻ ഈ പോകുന്നത്. ഷെസ്വാൻ സോസ് തന്നെ നല്ല എരിവാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇത് ഇതിലേക്ക് ഒഴിക്കാം. ഇത് കിട്ടുന്നതിന്റെ കട്ടപ്പൊവിയാണ്. അതിൽ തന്നെ എരിവിന്റെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. മുളകൊക്കെ അരച്ചൊഴിച്ചതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുരുമുളകും കൂടി വേണം. അത് കഴിഞ്ഞ പ്രാവശ്യം കമന്റ് ഉണ്ടായിരുന്നു, നമുക്ക് കുരുമുളകിന്റെ ഒരു കുറവ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിന്റെ മുകളിൽ ഈ മുളക് പൊടി വിതറി കൊടുക്കാം. എല്ലാരും മൂക്ക് കൊത്തിക്കും. നല്ല എരിവ് ഇപ്പൊ തന്നെ സ്മെല്ല് ചെയ്യുന്നുണ്ട്. സ്മെല്ല് തന്നെ ഉണ്ട് കേട്ടോ, നല്ല എരിവ്. ഇനി ലാസ്റ്റ് ചില്ലി ഫ്ലേക്സ് ആണ് ഡെക്കറേഷന്റെ പേരിലാട്ടോ, അത് മുളകാന്ന് മാത്രം. ഇനി നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഗൈസ് നമ്മളെ ജോളോ ചിപ്പ് ലൈറ്റ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഇത്ര എരിവുള്ള ഈ ചിപ്സ് ആണ് ഇന്ന് തോറ്റ ആൾക്കുള്ള പണിഷ്മെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ലോട്ട് ഉണ്ട്. ലോട്ട് ഇട്ടതിന് ശേഷം ആർക്കാണ് നൂഡിൽസ് കിട്ടുക, ആർക്കാണ് ഫ്രൈഡ് റൈസ് കിട്ടുക, ആർക്കാണ് കുഴിമന്തി കിട്ടുക നോക്കാം. ഇതിൽ 1, 2, 3 നാട്ടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ 1 കിട്ടുന്ന ആൾക്ക് 3 ബൗളിൽ നിന്ന് ആദ്യമായിട്ട് എടുക്കാനുള്ള ചാൻസ് ആണ്. ലോട്ടിടാം. ഞാനാണ് ഫസ്റ്റ്, ഞാൻ സെക്കൻഡ്. ഞാനാണ് ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. ഞാനിത് സെലക്ട് ചെയ്ത്, ഞാനിത് സെലക്ട് ചെയ്ത്. അപ്പൊ ഞാനിത്. അപ്പൊ നമുക്കിത് എടുക്കാം. അപ്പൊ നമുക്കിത് തുറന്നു നോക്കാം. ഇത് കുഴിമന്തി ചെയ്യാൻ പറ്റിയിരുന്നു. ഫ്രൈഡ് റൈസ് എല്ലാവർക്കും കുഴിമന്തി, എല്ലാവർക്കും നൂഡിൽസ് വേണ്ടാന്ന് തോന്നുന്നു. ഓക്കെ അപ്പൊ തുറന്നു നോക്കാം. 3, 2, 1 go. വിചാരിച്ചിരുന്നു കേട്ടോ. അതിന്റെ മുകളിൽ അൽഫാമും ഉണ്ടാക്കി. എനിക്ക് ഫ്രൈഡ് റൈസ് ആട്ടോ എനിക്ക് ഇഷ്ടമാണ്. എനിക്കിപ്പോ ഇതിൽ ഏതായാലും വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ സാധനമാട്ടോ കിട്ടിയത്. എനിക്ക് നൂഡിൽസ് ആണ് കിട്ടിയത്. പക്ഷെ 3 ആളത് ഒരേ അളവിലാണ്, 3 ബൗള് സെയിം ആയിട്ടാട്ടോ റൈസ് ഉള്ളത്. പക്ഷെ ഇതിനൊന്നും കൂട്ടാനൊന്നും തന്നിട്ടില്ലല്ലോ. ഇതിന്റെ സൈഡ്സ് ഞങ്ങൾക്ക് വേണം. ഇത് ഒരു ഗ്ലാസ് പോരട്ടെ കാക്ക ഇപ്രാവശ്യം. ഒറ്റ ഗ്ലാസ് തരുള്ളൂ. എങ്ങനെയെങ്കിലും കഴിക്കും. പക്ഷെ ഇത് റൈസ് ആനെ കൊണ്ട് നമുക്ക് അത്ര വെള്ളത്തിന് ആവശ്യമില്ല. അന്ന് ചങ്ങും കൊടുക്കുന്ന സാധനങ്ങളുടെ കാര്യമല്ല, എനിക്ക് നൂഡിൽസ്, എനിക്ക് കുറെ വെള്ളം വേണം. അപ്പൊ ഞങ്ങൾക്കുള്ള സൈഡ്സ് ഒക്കെ കൊണ്ടുത്താ. അപ്പൊ നമ്മുടെ സൈഡ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒറ്റ ഗ്ലാസ് വെള്ളം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 go. ഞാൻ കൈകൊണ്ടാട്ടോ കഴിക്കുന്നത്. എല്ലാം ശരിയാവില്ല, എല്ലാരും കൈകൊണ്ട് കഴിച്ചാൽ മതി. ഞാൻ നൂഡിൽസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യം ഞാനും കൈകൊണ്ടാണ് കഴിക്കുന്നത്. ഞാൻ തുടങ്ങിട്ടോ. പിന്നെ ചിക്കന്റെ അളവ് നോക്കൂല, റൈസിന്റെ അളവ് മാത്രമേ നോക്കുള്ളൂ. റൈസിന്റെ അളവേ നോക്കുള്ളൂ. ഇത് വേണ്ട, സൂസ് വേണ്ട. നല്ല എരിവ് കിട്ടുന്നത്. പറയാതിരിക്കാൻ നല്ല നല്ല ടേസ്റ്റ് ഉള്ള കുഴിമന്തിയാണ്. ഈ ഫ്രൈഡ് റൈസ് ഭയങ്കര ഡ്രൈ ആണ്. അപ്പൊ അറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതിന്റെ ഈ നൂഡിൽസ് ഭയങ്കര എരിവാട്ടോ. നല്ല റെഡ് കളറുണ്ട്, നല്ല എരിവുണ്ട്. തോറ്റ കഴിഞ്ഞാൽ ഇത് എരിവുള്ള കഴിക്കേണ്ടി വരും കേട്ടോ. ചങ്ക് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനവിടെ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി പ്ലേറ്റിലേക്ക് ഇട്ടത് കേട്ടോ. കുഴിമന്തി തൊണ്ടയിൽ തട്ടുന്നുണ്ട് കേട്ടോ. വെള്ളം തീരുന്നത് ഏറ്റവും കൂടുതൽ വേണ്ടി. കാക്ക അത് സൂം ചെയ്തെടുക്കുന്നത് ഞങ്ങൾക്ക് എനർജി വരാൻ വേണ്ടിട്ട്. 7 മിനിറ്റ് 54 സെക്കൻഡ് കേട്ടോ ബാക്കിയുള്ള. ഞെട്ട പ്ലേറ്റിൽ തീരാനായി ഗൈസ്. പ്ലേറ്റിലാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഇതുവരെ നൂഡിൽസ് മൊത്തം തീർന്നുണ്ട്.
അത് കുറച്ചല്ലേ ഇട്ടുള്ളൂ. ഇനി മുതൽ ഞാൻ നല്ല ചവച്ചിട്ട് ആർക്കുള്ളൂ തൊണ്ട കുഴിപ്പോ. 5 അത്ര എടുത്ത് കണ്ടിട്ടുണ്ട്. എനിക്ക് 2 സൈഡ്സാണ് ഗൈസ്. എനിക്ക് ഞങ്ങൾ 2 പേർക്കും കൂടി ഒറ്റ സൈഡ്. അത് കുഴിമന്തിയുടെ പ്രത്യേകതയാണ് ഗൈസ്. ഒരു ഗ്ലാസ് വെള്ളം തന്നാ നന്നായി. അതാ ഞാൻ പറയാൻ വന്നത്. ഞാൻ ബാക്കി കൂടെ റൈസ് എടുത്തു കേട്ടോ. ഇന്ന് ഫസ്റ്റ് അടിക്കണം. കഴിക്കാൻ വയ്യ, അതുകൊണ്ടാണ്. സൈഡൊക്കെ തീരാനായല്ലോ. മിക്കവാറും അത് ഞാൻ തിന്നേണ്ടി വരുന്നതായിട്ട് തോന്നുന്നത്. അയ്യോ ഞാനാണ് ഫസ്റ്റ് എപ്പോഴും വെച്ചോണ്ടിരിക്കുന്നത്. ഇവർ രണ്ടാമത് തൊട്ടിട്ട് അതും തിന്നാൻ തുടങ്ങി. ഞാൻ രണ്ടാമത്തെ റൈസ് ഇട്ടിട്ട് അത് രണ്ടാമത്തെ മൂന്നാമത്തെ റൈസ് കേട്ടു. ഈ അൽഫാമൊക്കെ പൊന്തിച്ചോക്കെ അതിന്റെ അടിയിൽ ഉണ്ടോന്ന് ഇഷ്ടമാണല്ലോ. നമ്മുടെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നല്ല തിന്നണേ. റൈസ് ഫുള്ളി ഞാൻ കംപ്ലീറ്റ് ചെയ്യും. എനിക്ക് പിന്നെ ചിക്കൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒക്കെ ഇതിലാണെങ്കിൽ കുഴപ്പമില്ല. കറക്റ്റ് 5 മിനിറ്റ് ബാക്കിയുള്ളൂ കേട്ടോ. മെല്ലെ തിന്നാ മതി. 5 മിനിറ്റ്. എന്റെ വെള്ളം തീരാനായി. ഞാൻ വെള്ളം ഇതുവരെ തൊട്ടിട്ടില്ല കേട്ടോ. കഴിഞ്ഞ തവണയാണ് അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ അക്ക് ഓക്ക ആ ഒരു തക്കാളിന്റെ സൈഡ് അല്ലത് അതുള്ളതുകൊണ്ട് കുറച്ചുകൂടെ തിന്നാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞു. എനിക്ക് ഈ നൂഡിൽസ് വായലിടാനാണ് നേരെ. ഇറക്കാൻ ഞാൻ പിന്നെ വേഗം ഇറക്കുന്നുണ്ട്. മൂന്നാമത്തെ പ്രാവശ്യം കേട്ടോ നൂഡിൽസ് എടുക്കുന്നത്. നൂഡിൽസ് ഒക്കെ ഞാൻ സദ്യ കഴിക്കുന്നതായിട്ട് കഴിക്കുന്ന ആദ്യമില്ല. അയ്യോ സോസ് ഫ്രൈഡ് റൈസ് എല്ലാം വേണം. എന്റെ സോസാണ് ഇവിടെ അടിച്ചു മാറ്റുന്നത്. ഞാൻ എനിക്കും കൂടെ ഉള്ളത് അത്. ഞങ്ങൾ 2 പേരും അർഹതപ്പെട്ട സോസ് അത്. 4 മിനിറ്റ്. എനിക്ക് തൊണ്ട 4 മിനിറ്റായിട്ടോ. അങ്ങനെ തൊണ്ട കെട്ടാൻ തുടങ്ങിയത്. അങ്ങനെ ശ്രീ ആദ്യമായിട്ട് വെള്ളം കുടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആദ്യമായിട്ട് വെള്ളം കുടിച്ചപ്പോ ഞാൻ ഓരോരുത്തർ എത്തിയിട്ടുണ്ട്. 3.25 മിനിറ്റിന് ബാക്കിയുണ്ട് കേട്ടോ. ഞാൻ മൂന്നാമത്തെ തവണ ഇട്ട പ്ലേറ്റിലതും തീരാനായിട്ടോ. ഇതും കൂടെ തീർത്തിട്ട് വേണ്ട പറയണമെന്നില്ല. ഞങ്ങൾക്കറിയാം ശ്രീ കഴിഞ്ഞ തവണ നല്ല എരിഞ്ഞുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ല എരിവായിരുന്നു. കഴിച്ചു തീർന്ന് പകുതി എത്തിയപ്പോഴായിരുന്നു പിന്നെയും വയറിനൊക്കെ പുകയായിരുന്നു. എനിക്ക് ചന്നത്തിന് വെള്ളം തരും. കാരണം നൂഡിൽസിന്റെ നൂലിന് ഭയങ്കര കട്ടിയാണ്. മെലിഞ്ഞ നൂലും നല്ലത്. ഞാൻ സാധാരണ ഇവിടെ മേടിക്കുന്ന ടൈപ്പ് നൂഡിൽസ് അല്ലല്ലേ ഞാൻ ഇപ്പോഴാണ് നോക്കുന്നത്. ഇതില് ചിക്കൻ ഉണ്ട്. ശ്രീക്ക് അങ്ങനെ ചിക്കൻ അങ്ങനെ വെച്ചതോണ്ടാണ്. ഇതിൽ ഒരുപാട് ചിക്കന്റെ പീസ് ഉണ്ട്, കോഴിമുട്ട ഉണ്ട്, കുറെ വെജിറ്റബിൾസ് ഐറ്റംസ് ഉണ്ട്. ഒരുമിട്ട് ഇറങ്ങിയാണ് ഇപ്രാവശ്യം ചിപ്സ് തിന്നൂല. എനിക്ക് ഇത്തവണ ചിപ്സ് വേണ്ട കേസ്. 5 മിനിറ്റ് 20 സെക്കൻഡ് ബാക്കിയുള്ള. ഞാൻ 4ാമത്തെ തവണ ഇട്ടു കേട്ടോ റൈസ്. ഞാനത് ഇത്ര പകുതി മുക്കാലും ഞാൻ തീർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവർക്ക് 2 ആളെ ഇടയിൽ നിന്നിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നോണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതൊന്ന് കഴിച്ചില്ല. വേഗം കഴിച്ചാൽ ഇനി സമയമുണ്ട്. ഇറങ്ങണ്ടേ? 1 മിനിറ്റ് 54 സെക്കൻഡും. ശ്രീയുടെ വെള്ളം കണ്ടിട്ട് എനിക്ക് കൊതിയായിട്ട് വയ്യ. ഞാനും ഷാമിയും തമ്മിലുള്ള യുദ്ധം കേട്ടോ. ശ്രീ ഒരുവിധം ജയിച്ച പോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോ അതേ വഴിയുള്ളൂ. ഇനിയിപ്പോ ഞാൻ വെള്ളം കഴിക്കുന്ന നല്ല 32 സെക്കൻഡ് ബാക്കിയുള്ളതിന് ഞാൻ എന്നോട് എന്നെ പറഞ്ഞോണ്ടിരിക്കും എത്ര ബാക്കിയുള്ള തിന്നൂടെ എന്ന്. അയ്യോ അവസാനം 15 സെക്കൻഡ്. 5 4 3 2 ടൈം കഴിഞ്ഞ് അവസാനത്തെ കല്ല് പോലെ എന്തോ കഴിക്കും ചെയ്തു. ഇതിൽ ആരാ വിന്നർ ചെയ്യാൻ നോക്കട്ടെ. ഞാൻ റെഡി തരാം. ഇതിലൊന്നും തീരുമാനിക്കാനില്ല. തോറ്റത് ഞാനാണ്. ഫസ്റ്റ് സെക്കൻഡ് ആരാന്ന് മാത്രമേ തീരുമാനിച്ചാ മതി കേട്ടോ. തോറ്റത് വിളാസല്ലോ. ബാക്കിയുണ്ട്. ആരാ ജയിച്ചതെന്ന് കൂടി പറയും. ഞാനാണോ 5 ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ആരാ ജയിച്ചത്? ഇത് 2 ഏകദേശം ഇന്റത് ശ്രീന്റെ ഏകദേശം ഒരേ ക്വാണ്ടിറ്റിയിലാണ് കാണുന്നത്. ഷാമിന്റെ പിന്നെ നമുക്ക് നോക്കാനില്ല. അവളത് മേലേക്ക് നിൽക്കുന്നുണ്ട് റൈസ് ഒക്കെ. ശ്രീന്റെതും 5ന്റെതും ഒക്കെ ഒരേപോലെയാണ് തോന്നുന്നത്. ഇതുണ്ടോ
ഒരേ അളവിൽ തന്നെയാണ്. അതില്ലേ റൈസ് ആയതുകൊണ്ട് ഇനിയിപ്പോ നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി ചിലപ്പോൾ വീഡിയോ കണ്ടാലൊക്കെ പിന്നെ അത് മാത്രമല്ല എന്റെ പ്ലേറ്റിൽ കുറച്ചുണ്ട് കേട്ടോ, എനിക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്ലേറ്റ് ക്ലീൻ ആണ്. പിന്നെ ചിക്കൻ ആവുമ്പോൾ നോക്കൂല, നമ്മൾ ആദ്യം പറഞ്ഞില്ല. ചിക്കൻ അളവ് നോക്കൂല, റൈസ് നോക്കുള്ളൂ. എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും ആ ചിപ്സ് കാണും ഇവിടെ നിന്ന് നോക്കും. എനിക്കത് തിന്നണ്ടേന്നായിരിക്കും ഭയങ്കര വിഷമം. അങ്ങനെ ഞങ്ങളൊരു കൺക്ലൂഷനിലെത്തി. ഇപ്പൊ ഫസ്റ്റ് ആയിരിക്കുന്നത് ശ്രീ ആണ്, സെക്കൻഡ് അഞ്ചിയാണ്. കഴിഞ്ഞ വെച്ചാൽ എന്റെ ബൗളിലും കുറച്ചുണ്ട്, പ്ലേറ്റിലും കുറച്ചുണ്ട്. അത് വെച്ച് നോക്കുമ്പോ ശ്രീ നല്ലോണം കഴിച്ചിട്ടുണ്ട്. പ്ലേറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് അടിച്ചിട്ട് ശ്രീയാണ്. കഴിച്ചിലായി കഴിച്ചു. എനിക്ക് അത് ഏറ്റവും വലിയ പേടി, അത് കഴിക്കേണ്ടി വരുമെന്നുള്ളത്. അതെന്തായാലും ഞാൻ കഴിച്ചിലായി കിട്ടി. ഞാൻ കഴിച്ചിലായിട്ടില്ല ഗൈസ്. എനിക്ക് വേറെ വന്നിരിക്കുന്നു. ഇതിൽ എന്തൊക്കെ ഉണ്ട് സോസ് ഉണ്ട്, ഗ്രീൻ ചില്ലി സോസ് ഉണ്ട്, ചില്ലി ഫ്ലേക്സ് ഉണ്ട്. ഓളെ കുഴി തോണ്ടിയെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കഴിക്കാം. ചില്ലി ഫ്ലേക്സ് എനിക്ക് കണ്ണെടുത്താ കണ്ടുള്ള കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച ഓർമ്മ വരുന്നെങ്കിൽ എവിടെയും തട്ടിക്കാതെ കഴിക്കാന്നുള്ള എന്റെ സ്വപ്നം മാത്രമാണ്. എങ്ങനെയുണ്ട് ഷമി? ഓ അതിലൊക്കെ എത്രയാ മുളക്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 3 എണ്ണമാണ് ഷമി കഴിച്ചത്. അതെ, മുളക് പൊടി, ചില്ലി സോസ്, ചില്ലി ഫ്ലേക്സ് എടുത്തോ. എടി അടുത്ത കണ്ണ് അതിലേക്ക് വെക്കണ്ട, ചിലപ്പോ പാറി കഴിഞ്ഞാൽ കണ്ണിലൊക്കെ. ശരിയാ, വെള്ളം കൊണ്ടൊക്കെ ഒരു തുള്ളി വെള്ളം തരുന്നില്ല. ഷാമി നമ്മുടെ എരിഞ്ഞു പുകഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഈ ചോളച്ചിപ്പ് നല്ലോണം ഏറ്റിട്ടുണ്ട്. അപ്പൊ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അതുവരെ this is ശ്രീലക്ഷ്മി, സൗമ്യ, This is Sanjita. signing off.